ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ ഇന്റർവ്യൂ ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇവർ പടവാളിന്റെ മഹിളാ വിഭാഗം പ്രവർത്തകരാണ്. ഇത് മിസ് സുമം, ഇത് മിസ് കുസുമം. ഹലോ. ഹലോ. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ധീരനായ ഉദ്യോഗസ്ഥനാണ് സാറ്. മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വർണം സാറ് പിടിച്ചു. ഇപ്പോ ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്താൻ ഉദ്ദേശിച്ചിരുന്ന കോടിക്കണക്കിന് വില വരുന്ന പാമ്പും തോലും ബ്രൗൺ ഷുഗറും താങ്കൾ പിടിച്ചു. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ല. എങ്കിലും നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചത് കൊണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ ഈ പടവാളിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചോളൂ. ഇത്തരം കേസുകൾ പിടിക്കാൻ സർക്കിളെ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അയ്യയ്യേ, ഇത്തരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ ആശ്രയിക്കാറില്ല. എനിക്ക് സിക്സ്ത് സെൻസ് ഉണ്ട്, അതായത് ആറാം ഇന്ദ്രിയം. സർ, ഇതേ ഇന്ദ്രിയമുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടോ? ഇന്ത്യയിലേ ഇല്ല. പിന്നെ സ്കോട്ട്ലൻഡിൽ ഒരേ ഒരാളുണ്ട്, മിസ്റ്റർ റാങ് പോൾ ബെർട്ട്ലൂക്കോ ബെൽമോണ്ടോ ഫെർഡിനാൻഡോ. ഇത് 3 പേരാണോ? അല്ല, ഒരാളാ. അല്ല, ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് താങ്കൾക്ക് മറ്റാരോ ഇൻഫർമേഷൻ തരാറുണ്ട് എന്നാണല്ലോ. ശുദ്ധനുണ. ഹിമാലയൻ ഡണ്ടർ, ഹിമാലയൻ സാനുക്കളിൽ കഞ്ചാവ്. സോറി. ഹലോ, പ്ലീസ് ടേക്ക് അവേ. പിന്നെ വിളിക്കൂ. ഹിമാലയൻ സാനുക്കളിൽ കഞ്ചാവ് ടേക്ക് അവേ. എക്സ്ക്യൂസ് മീ. ഹലോ, ഞാൻ റോണി വിൻസെന്റ് ആണ്. അവിടെ ഇന്റർവ്യൂ നടക്കുകയാണല്ലേ? അതെ. ഞാൻ വളരെ അടുത്ത് തന്നെയുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ല, എങ്ങനെയാണ് ഇത്രയും കോടി രൂപയുടെ കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചതെന്ന് നാട്ടുകാരും പത്രക്കാരും കൂടെ ഒന്ന് അറിയട്ടെ. അത് വേണോ? നാട്ടുകാരറിയണോ? സീനിയർ ഓഫീസർമാരുടെയും ജൂനിയർ ഓഫീസർമാരുടെയും മുമ്പിൽ വെറും ഒരു വട്ടപൂജ്യമായിരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസ് ഇത്രയും ഉയർത്തിയതാരാണെന്ന് അറിയാമോ? ഈ ഞാൻ. എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? കഴിഞ്ഞ 2 തവണ ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷനിലൂടെ കള്ളക്കടത്തുകാരെ പിടിച്ചതിന്റെ റിവാർഡ് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. ചില പേപ്പറുകൾ നീങ്ങാനുള്ള കാലതാമസമാണ്. സർക്കാർ കാര്യമല്ലേ. ഇതങ്ങനെ മുറ പോലെ നടക്കണ്ട. പല ഓഫീസർമാരും എന്നെ അന്വേഷിച്ചു വന്നു തുടങ്ങി. തുകയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമായില്ലെങ്കിൽ ഞാൻ ഇനിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരൂല്ല, അവർക്ക് കൈമാറും. അത് വേണ്ട, അത് നടപ്പില്ല. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ഞാൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. കുതുകാല് വെട്ടിയാൽ നാളെ ഇത് നാട്ടുകാരും പത്രക്കാരും അറിയും. വെറുതെ നാറരുത് മിസ്റ്റർ അരവിന്ദാക്ഷൻ. ഇല്ല. എന്തു പറ്റി സാർ? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമം. തെളിവുകൾ നശിപ്പിക്കാമെങ്കിൽ 1 കോടി രൂപ തരാമെന്ന് ഡൽഹിയിൽ നിന്ന് ഒരു മിസ്റ്റർ IJK മഥാബ് വിളിച്ചിരിക്കുന്നു. മത്താപ്പോ? പടക്ക കച്ചവടക്കാരൻ? അല്ല, മിസ്റ്റർ മത്താബ്. അടുത്തതായി മർമ്മപ്രധാനമായ ഒരു ചോദ്യം. ഇനി ഒരിക്കലാകാം. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തു കേന്ദ്രം തകർക്കുകയും മിണ്ടാപ്രാണികളെ ചുട്ടുകരിക്കുകയും ചെയ്തവർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3 കോടി രൂപ വിലമതിപ്പുള്ള പാമ്പും തോലും ബ്രൗൺ ഷുഗറും വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അതിവിദഗ്ധമായി കള്ളക്കടത്തുകാരെ പിടികൂടിയ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട്, തനിക്ക് കാശ് തരുന്നതിലും ഭേദം ആ അരവിന്ദാക്ഷന് കൊടുക്കായിരുന്നു. എന്നാ പിന്നെ ഇനി മുതൽ അങ്ങനെ അങ്ങ് ചെയ്തോ? ചേടാ, അവൻ ചെക്ക് പോസ്റ്റിൽ പോലീസുമായി വന്ന് സംഗതി കുഴപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? താൻ അയാളുടെ സീനിയർ അല്ലേ എന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അവൻ വണ്ടി പിടിക്കില്ലായിരുന്നു. എന്റെ അനിയൻ ഡാനിയിൽ അകത്താവില്ലായിരുന്നു. ഇതിൽ കൂടുതൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞാനും കൂടി അകത്തായനെ. ഹലോ, நான் காளியப்பா பேசுறேன். உன் மடத்தனத்தால தொலைஞ்சது 1 2 இல்ல, 4 கோடி ரூபாய். 4 கோடி. അല്ല, അത് திருப்பி பேசாத. நாளைக்கு நான் அங்க வரேன், அங்க வந்து உன்கிட்ட பேசிக்கிறேன். ആരാ? കാളിയപ്പാജിയാ. നാളെ ഇങ്ങോട്ട് വരുന്നു. അല്ല, എന്താ മിസ് സാരാ സക്രിയാക്കി ഒരു ആലോചന? വേണ്ട വേണ്ട, എത്ര നേരം ഞാനിവിടെ വന്നിട്ടെന്നറിയോ? ഞാൻ വരുന്നതിന് കുറച്ചു മുമ്പായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ. ഒരു പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നവരെ അവളുടെ പിന്നാലെ കൂടും. അവളൊന്ന് യേസ് മൂളിയോ, പിന്നെ ഈ കക്ഷികളെ കണ്ടുപിടിക്കണമെങ്കിൽ വലയും വീശി നടക്കണം. ഈ പറഞ്ഞത്
ചിലരുടെ കാര്യത്തിൽ സത്യമാണ്, എന്നാൽ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താര എത്തുന്നതിന് മുമ്പേ ഞാൻ എത്തണമെന്ന് കരുതിയതാണ്. പക്ഷെ വരുന്ന വഴി ടയറൊന്ന് പഞ്ചറായോ എന്നൊരു സംശയം. അപ്പൊ സംശയമുള്ളൂ. അല്ല, സംശയം യാഥാർത്ഥ്യമായി. പഞ്ചറായി. പിന്നെ ഇറങ്ങി ജാക്കി വെച്ച് നട്ടൂരി വീലൂരി സ്റ്റെപ്പിനി മതി എടുത്ത്. മതി, എനിക്കൊന്നും കേൾക്കണ്ട. അല്ല, ഞാൻ വരുമ്പോ വളരെ കൂലങ്കഷമായി ആലോചിക്കുന്നുണ്ട്. എന്താണ് അത് എന്താണ് അത് നമ്മുടെ ആദ്യത്തെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ആലോചിക്കായിരുന്നു. അതിനി എത്ര നാള് കിടക്കുന്നു. ഉം. അല്ല, കാർഡ് അടിക്കണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, ആൾക്കാരെ വിളിക്കണം, കല്യാണം കഴിക്കണം, ഹണിമൂൺ കഴിയണം. അതിനിടെ തന്നെ മതി മതി, പേര് പറയുന്നോ ഇല്ലയോ? ഓക്കെ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. എത്ര പേര് വേണം? എന്നാ ഒരു 5-6 സ്റ്റൈലും പേരുകൾ പറഞ്ഞേ കേൾക്കട്ടെ. പേരുകളെന്ന് പറയുമ്പോ ആണിന്റെ പേര് വേണോ പെണ്ണിന്റെ പേര് വേണോ? നമ്മുടെ കുഞ്ഞ് ആണോ പെണ്ണോന്ന് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റുമോ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടാൻ പറ്റിയ പേരുകൾ പറ. ഓക്കെ, എന്നാ പിടിച്ചോ. ആണിനാണെങ്കിൽ ഒരു സ്റ്റൈലും പേരുണ്ട്. ആ പേരിനെ വെല്ലാം വേറെ പേരേ ഇല്ല. എന്താ എന്താ പറയട്ടെ. ആ വീരപ്പൻ. അയ്യോ. അല്ല, വേറെ പേരുണ്ട്. കടോൽക്കജൻ, രാവണൻ, കുംഭകർണൻ, യൂദാസ്. പെണ്ണിനാണെങ്കിൽ വേറെ ശൈലം പേരുണ്ട്. എന്താ? ശൂർപ്പണക, താടക, ഉം. മണ്ടോദരി, ഉം. ഇടുമ്പി. കൊള്ളാല്ലേ? മിസ്റ്റർ അരവിന്ദാക്ഷനല്ലേ? കാറിൽ DIG ഉണ്ട്. നിങ്ങളെ കാണാൻ കസ്റ്റംസ് ഓഫീസിലേക്ക് വരികയായിരുന്നു. വരണം സാർ. നിങ്ങൾ പിടികൂടിയ പ്രതിയെ സാറിനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. അവരേതോ ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഗ്രൂപ്പിലെ മെമ്പറാണത്രേ. ഞങ്ങൾ പോലും അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് മിസ്റ്റർ അരവിന്ദാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ ധീരതയെ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കും. താങ്ക് യു സർ. മിസ്റ്റർ അരവിന്ദാക്ഷനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ. മിസ്റ്റർ അരവിന്ദാക്ഷൻ, പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്തോളൂ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്യൂ. കേറു കുഷ്വന്ത്. ആ SIയും DIGയും എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സലിഞ്ഞു. ഏത് SI? DIG? താൻ തന്നെ കുറെ കേസ് പിടിക്കുക, എന്നിട്ട് പ്രതികളെ തന്റെ കസ്റ്റഡിയിൽ നിന്നും മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോവുക. എന്തൊക്കെയാണോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ആ പട്ടരെ കാണാതായപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞതാ, ഡിപ്പാർട്ട്മെന്റിൽ ചില കുബുദ്ധികൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ കളിവിളയാട്ടമാണ് ഇതെന്നും. എല്ലാം ഞാൻ കണ്ടുപിടിക്കും, എല്ലാ തെളിവുകളോടും കൂടി. എന്നിട്ട് ഞാൻ സാറിന്റെ മുമ്പിൽ ഇനി വരുള്ളൂ. ഇത് സത്യം, സത്യം, സത്യം. இந்த காளியப்பாவுக்கு தோல்வி பிடிக்காது. எவ்வளவு பணம் செலவானாலும் பரவாயில்ல. நான் இந்த தொழிலை நிறுத்தி 10 வருஷம் ஆச்சு. திருப்பி டைரக்டா இறங்கணுமோன்னு நான் நினைக்கிறேன். என்னை சுத்தி இருக்கிறவங்க எல்லாம் புத்திசாலின்னு நினைச்சேன். புல்லட் பிரிட்டோ இது வரைக்கும் பிரில்லியன் பிரிட்டோவா இருந்தா நீ, உனக்கு என்னாச்சு? உன்னை நம்பினதுனால அப்போ 1 கோடி ரூபாய் தங்கம் போயிடுச்சு. இப்ப 3 கோடி ரூபாய் பாம்பு தோல் போயிடுச்சு. സാർ, അത് அருமையான உடம்பு. ஆனா இது மட்டும்தான் ஆஸ்ட்ரே. ஐ ஆம் சாரி சார். என்னையா சாரியாவது கேரியாவது? ஏயா கஸ்டம்ஸ், உனக்கு அரசாங்கத்தில் கொடுக்குற சம்பளம் 2000 ரூபாய், அதுவும் 3ஆம் தேதி. ஆனா நான் உனக்கு கொடுக்குற கிம்பளம் 20000 ரூபாய், கரெக்டா 1ஆம் தேதி. உங்க எல்லாருக்கும் ஒண்ணு சொல்றேன், நம்மளை எதிர்த்து இருக்கிற கூட்டம் ரொம்ப ஸ்ட்ராங்கான கூட்டம். அவங்க யாரா இருந்தாலும் சரி, பிரைவேட் டிடெக்டிவோ இல்ல போலீஸோ இல்ல ஒரு பெரிய கூட்டமா இருந்தாலும் சரி, அவங்க யாரு என்னன்ற டீடைல்ஸ் எனக்கு வேணும். அவங்க பிளட் குரூப் உள்பட. ரோனி வின்சென்ட், இவன் தான் பிரைவேட் டிடெக்டிவ் இல்லையா? அழகா இருக்காள. இது அவனுடைய தங்கச்சி ரீனா வின்சென்ட் இல்லையா? இவன் அவனோட அசிஸ்டன்ட். இது அசிஸ்டன்டோட குடும்பம். அரவிந்தாஷன், இவன் தான் அந்த கஸ்டம்ஸ் ஆபீசரா. இந்த ஆளு எனக்கு நல்லா தெரியுமே. நம்ம கஸ்டம்ஸ் ஆபீசர் அனந்தகிருஷ்ணனுடைய அப்பா
இவரை கஸ்டம்ஸ்காரங்க தேடிட்டு இருக்காங்க. இவர் அந்த பிரைவேட் டிடெக்டிவும் அடிக்கடி மீட் பண்றாங்க. அப்படிதானே? இது அவனுடைய குடும்பம். இந்த உலகத்துல மனுஷனா பிறந்தவன் எவ்வளவு சித்திரவதைகளை அனுபவிக்கணுமோ அவ்வளவு சித்திரவதை நம்ம கிட்ட அனுபவிச்சுட்டான். அப்படி இருந்தும் இந்த பிளாப்பி டிஸ்க் உண்மையை அவன் சொல்ல மாட்டேங்கிறானே. உண்மை எப்படி அவனை சித்திரவதை பண்றது? ஒரு ஐடியா. அனந்த கிருஷ்ணன் நம்ம கஸ்டடிக்கு வந்ததுக்கு அப்புறம் அவன் குடும்பத்தை பார்த்ததே இல்லை. அவன் பார்க்காத குடும்பத்தை வேற யாராவது பார்க்கணுமா? നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പാജി മദ്രാസിലെ അജിത്തിനെ അനന്തകൃഷ്ണന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്? എന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ചാടിപ്പോയതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പാജി ആകെ ചൂടില്ല. അനന്തകൃഷ്ണനെ ഉപദ്രവിച്ചതിനും അവന്റെ കുടുംബത്തിനെ വേരോടെ പിഴുതെറിഞ്ഞതിനും അവൻ പകരം ചോദിക്കാതിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയമല്ല. ഒരിക്കലും അനന്തകൃഷ്ണൻ ഫ്ലോപ്പി ഡിസ്കിന്റെ കോഡ് ഡീകോഡ് ചെയ്യാൻ പോകുന്നില്ല. അത് ശരിയായിരിക്കാം. അപ്പാജി വലിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയായാൽ എത്രയും വേഗം നമുക്ക് ഇന്ത്യ വിടാം. അനന്തകൃഷ്ണൻ സാർ? അതെ, കള്ളക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയി കൊന്നു കടലിൽ താഴ്ത്തി എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കസ്റ്റംസ് ഓഫീസർ അനന്തകൃഷ്ണൻ തന്നെ. സാർ എങ്ങനെ ഇവിടെ എത്തി? പറയാം. ഉന്നതങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിന് കിട്ടാനുള്ള നികുതി വെട്ടിച്ച് വൻതോതിൽ സ്വർണവും വെള്ളിയും രത്നങ്ങളും കടത്തുന്ന ഒരു കള്ളക്കടത്തുകാരൻ മാത്രമായിരുന്നില്ല കാളിയപ്പ. ഈ നാട്ടിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന, അവരുടെ ബുദ്ധിയും ശക്തിയും ചോർത്തി അവരെ നാടിനും വീടിനും കൊള്ളാത്ത വെറും പേക്കോലങ്ങളാക്കി മാറ്റുന്ന, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരു മാഫിയ തലവൻ കൂടിയായിരുന്നു കാളിയപ്പ എന്ന് മനസ്സിലാക്കി ഞാൻ അയാൾക്കെതിരെ തിരിഞ്ഞു. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ അയാൾ എനിക്കൊരു വാണിംഗ് തന്നു. പക്ഷേ അത് വളരെ ക്രൂരമായിരുന്നു. അയാൾ എന്റെ സഹോദരി വിധവയാക്കി. ആ സംഭവം എന്നെ തളർത്തിയില്ല. എങ്ങനെയും കാളിയപ്പയെ കുരുക്കി അയാളുടെ മാഫിയ തകർക്കണമെന്ന വാശി എന്നിൽ വളർത്തുകയാണ് ചെയ്തത്. ഒരു ദിവസം ഷാർജയിൽ നിന്നും അയാൾ തിരുവനന്തപുരത്തെത്തുന്നതായി എനിക്ക് വിവരം ലഭിച്ചു. ഞാൻ കാത്തിരുന്ന വലിയൊരു അവസരം. തലയെ തന്നെ ആദ്യം വെട്ടിയാൽ പിന്നീടുള്ളത് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലൊന്നുമില്ല സാർ. വെറുതെ മെനക്കെടേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ലെന്ന് നേരത്തെ ഡിക്ലെയർ ചെയ്തതല്ലേ? செக் பண்ணிட்டுண்டா. அது அவன் டியூட்டி பண்றதுல என்ன தப்பு? அப்ப நான் வரட்டுங்களா சார்? 1 செகண்ட். ഇതിലെന്താ? இது சேலம் கோயம்புத்தூர்ல என் ஃபேக்டரியுடைய கணக்கு. செக் பண்ணிக்கங்க. ഇതെന്താ? കണ്ടാൽ അറിഞ്ഞൂടെ? ഫ്ലോപ്പി ഡിസ്ക്. அது என் கம்பெனி டிரான்சாக்ஷனுடைய டீடைல்ஸ். இங்க கம்ப்யூட்டர் இருந்தா போட்டு செக் பண்ணிட்டு கொடுங்க. கோட் வந்து காடஸ், GODDESS, காடஸ். ஐ வாண்ட் டு செக் இட். அப்புறம் கொடுப்பீங்கல்ல? ஐயா வேலைக்கு புதுசு போல. കാളിയപ്പ എത്ര നിസ്സാര മട്ടിൽ ഫ്ലോപ്പി ഡിസ്ക് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ ഒരു സംശയം. ഈ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു തോന്നൽ. അതിലെത്ര നിസ്സാര കാര്യങ്ങളാവില്ലെന്ന്. ഞാൻ ആ ഫ്ലോപ്പി ഡിസ്കുമായി ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ സമീപിച്ചു. കോഡ് എന്താണ് സാർ? ഗോഡസ്. ഗോഡസ്. GODDESS.